75 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ മഴയ്ക്കാണ് കഴിഞ്ഞ ദിവസം UAE സാക്ഷ്യം വഹിച്ചത്. 24 മണിക്കൂറിനിടെ 254.8 mm മഴയാണ് രാജ്യത്ത് ലഭിച്ചത്. 1949 ഡാറ്റ കളക്ഷൻ ആരംഭിച്ച ശേഷം ആദ്യമായാണ് ഇത്രയധികം മഴ രേഖപ്പെടുത്തുന്നതെന്ന് നാഷണൽ സെന്റർ ഓഫ് മെട്രോളജി സ്ഥിരീകരിച്ചിരുന്നു. കനത്ത മഴ രാജ്യത്ത് പല ഭാഗത്തും വലിയ രീതിയിൽ സാരമായി തന്നെ ബാധിച്ചു. വലിയ വെള്ളക്കെട്ടുകളാണ് പലയിടത്തും രൂപപ്പെട്ടത്. വെള്ളം കുത്തിയൊഴുകുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. റോഡുകൾ പലയിടത്തും തകർന്നു, വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടു, റോഡ് ഗതാഗതം പൂർണ്ണമായി തന്നെ താറുമാറായി. വിമാന സർവീസുകളെയും സാരമായി തന്നെ ബാധിച്ചിരുന്നു. ദുബായ് മെട്രോയും ട്രാമും പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നിലവിൽ ദുബായ് മെട്രോയുടെ പ്രവർത്തനം ഏകദേശം പുനരാരംഭിച്ചിട്ടുണ്ട്. ദുബായ് ട്രാം പൂർണ്ണമായി തന്നെ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇന്റർസിറ്റി ബസ് സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ് താൽക്കാലികമായി. ഒരു ഹെവി റെയിൻ അലേർട്ട് രാജ്യത്തുണ്ടായിരുന്നെങ്കിൽ പോലും ഇത്ര വലിയൊരു മഴ UAE പ്രതീക്ഷിച്ചിരുന്നില്ല. ദുബായ് വിമാനത്താവളത്തിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു. വിമാന സർവീസുകളെ സാരമായി ബാധിച്ചിരുന്നു. നിലവിൽ സർവീസുകൾ പുനരാരംഭിച്ചതായി എമിറേറ്റ്സ് അടക്കമുള്ള എയർലൈനുകൾ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ യാത്രക്കാർ അതത് എയർലൈനുകളുടെ അപ്ഡേറ്റുകൾ അനുസരിച്ച് യാത്ര ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളക്കെട്ടുകളിൽ നിന്ന് വെള്ളം നീക്കം ചെയ്യുന്ന പ്രവൃത്തി പുരോഗമിക്കുകയാണ്. ദ്രുതഗതിയിൽ തന്നെ ഈ പ്രവൃത്തി പുരോഗമിക്കുന്നുണ്ട്. എന്നാൽ പോലും പല റോഡുകളിലും കാര്യമായി തന്നെ വെള്ളക്കെട്ട് നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന, കുടുങ്ങിപ്പോകുന്ന, അതുപോലെ തന്നെ കേടുപാടുകൾ പറ്റിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത്തരം വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് ലഭിക്കുന്നതിനായി അതത് എമിറേറ്റുകളിലെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ സർട്ടിഫിക്കറ്റിനായി അപേക്ഷ സമർപ്പിക്കാം. നിലവിൽ UAEയിൽ നല്ല കാലാവസ്ഥയാണ് ഉള്ളത്. രാജ്യം പതിയെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊരു പ്രതികൂല സാഹചര്യത്തെയും അതിവേഗം മറികടക്കുന്ന UAE വരും ദിവസങ്ങളിൽ തന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.